ഹലോ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു ഫിച്ചസ് കോക്ടെയിൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തേത് ഒരു അടിപൊളി അച്ചാറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ മാങ്ങ സീസണൊക്കെ അല്ലേ, അപ്പോൾ കുറച്ച് മാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഉണക്കിയിട്ട് അച്ചാറിടുകയാണ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് കേട്ടോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞാൻ കല്ലുപ്പ് നന്നായിട്ട് തേച്ചിട്ട് ഒരു 4 ദിവസം ഉണക്കിയെടുത്ത മാങ്ങയാണ് കേട്ടോ. അപ്പോൾ ഒരു 4 ദിവസം നന്നായിട്ട് വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയെടുത്തതാണ്. അപ്പോൾ മാങ്ങ നമ്മൾ പച്ചയ്ക്കൊക്കെ അച്ചാറിടാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഉണക്കി അച്ചാറിടുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതിങ്ങനെ ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ എല്ലാതും ഞാനിങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് കല്ലുപ്പ് തേച്ചിട്ടുള്ള മാങ്ങയാണ് കേട്ടോ. ഇനി നമുക്ക് അച്ചാറിടാൻ തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലെണ്ണയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എപ്പോഴും അച്ചാറിടുമ്പോൾ നല്ലെണ്ണയിൽ തയ്യാറാക്കാൻ നോക്കുക, അതാണ് ടേസ്റ്റ്. അപ്പോൾ നല്ലെണ്ണ തയ്യാറാക്കുമ്പോൾ പെട്ടെന്ന് അച്ചാർ കേട് വന്ന് പോകുകയും ചെയ്യില്ല. അപ്പോൾ ഞാൻ കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് കുറച്ച് കടുകിട്ട് പൊട്ടിക്കുകയാണ്. ഒരു 3-4 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ കടുകിട്ട് പൊട്ടിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു 1/2 ടീസ്പൂണ് ഉലുവയും കൂടി ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഉലുവയും കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം നമുക്കിതിലോട്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഞാനൊരു പിടി കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ചേർക്കുന്നത് വെളുത്തുള്ളിയാണ്. ഒരു 2 കുടം വെളുത്തുള്ളി ഉണ്ട്, അതെടുത്തിട്ടുണ്ട്. അത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കണം. ആ വെളുത്തുള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി വരുന്നവരെ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ വെളുത്തുള്ളിയുടെ കളറൊക്കെ ഒരുവിധം മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. നമുക്കിതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 4 ടേബിൾ സ്പൂണ് മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഇത് അത്യാവശ്യം എരിവുള്ള മുളക് പൊടിയാണ്. അതുകൂടി ചേർത്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിലോട്ട് 2 ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. അതൊരു കളറിന് വേണ്ടിയിട്ടാണ്. പിന്നെ ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ കായപ്പൊടി. ഇതൊക്കെ ചേർക്കുമ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് പൊടികളൊക്കെ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. ഇനി ഇതിലോട്ട് ഞാൻ ഒരു 1/2 കപ്പ് ചുടുവെള്ളം ഒഴിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറേശ്ശെ ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മാങ്ങ ഉണ്ടല്ലോ, ഉണക്കിയ മാങ്ങ, അതിട്ട് കൊടുക്കാം. മാങ്ങ ഇട്ടെടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇപ്പോൾ വെള്ളത്തിൻ്റെ കുറവുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആ മാങ്ങ ഒന്ന് മുങ്ങിക്കിടക്കുന്ന ആ ഒരു പരുവത്തിലാണ് നമുക്ക് വെള്ളം വേണ്ടത്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. ഒരു 5 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഈ സമയത്ത് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. നമ്മൾ മാങ്ങയിൽ ഓൾറെഡി ഉപ്പ് ഇട്ടതാണ്, അപ്പോൾ അതിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്കിതൊരു 5 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ആ മാങ്ങ ഒക്കെ ഒന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് തുറന്ന് നോക്കിയിട്ട് ഞാനൊന്നും കൂടി ഇളക്കി നോക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് നമ്മുടെ വിനാഗിരി ഉണ്ടല്ലോ അത് ഒഴിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഒരു 3-4 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. മാങ്ങ നല്ല പുളിയുള്ളതായ കാരണം വിനാഗിരിയുടെ അളവൊക്കെ കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം കേട്ടോ. മാങ്ങയുടെ പുളി അനുസരിച്ച് നിങ്ങൾക്ക് വിനാഗിരിയുടെ അളവ് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം. അപ്പോൾ ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ എനിക്ക് കുറച്ച് ഉപ്പ് കുറഞ്ഞ പോലെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടേസ്റ്റ് നോക്കിയിട്ട് നമുക്ക് വിനാഗിരിയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് വീണ്ടും ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇതൊന്ന് കുറുകിയ പരുവത്തിലായി നമുക്ക് കിട്ടണം. അപ്പോൾ ഞാൻ വീണ്ടും ഒരു 2-3 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ കണ്ട നന്നായിട്ട് തിളച്ച് നമ്മുടെ അച്ചാർ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ചൂടാറിയതിന് ശേഷം ഒരു കുപ്പിയുടെ ജാറിൽ ഒട്ടും വെള്ളമില്ലാത്തൊരു ജാർ എടുത്തിട്ട് അതിലോട്ട് ആക്കി വെച്ചതിന് ശേഷം ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൂടെ എഴുതി അറിയിക്കുക. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമെന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയുമായി വരുന്നേരം താങ്ക്സ് ഫോർ വാച്ചിങ്.